അതിനകത്താരല്ലോ ബിച്ചാവാക്കൻ്റെ മക്കളും കുട്ടികളൊക്കെ കൂടി ഈ സ്റ്റേജിൽ എത്രയും പെട്ടെന്ന് വരിക. ഇത് മാറ്റുള്ളവർക്ക് എത്ര സ്പീഡ് വന്നു പോയി. അതിന് മുൻകാലം കാണിച്ചു കൊടുക്കണം. മാത് കാണിച്ച് നമ്മളല്ലേ. നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഇതായി കളിക്കുക. ഇങ്ങനത്തെ സംഭവം നമുക്ക് പിന്നീട് കിട്ടുമോ? ഇനി 4 കൊല്ലം ആയിരിക്കും മീറ്റിംഗ് ആവും. ലോകകപ്പ് 4 കൊല്ലം കിടക്കണമല്ലോ. 4 കൊല്ലം ആയിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക. അതിൽ എത്ര ആൾ ജീവിച്ചു പോകുന്ന അറിയാം. അതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരും. അയക്കപ്പെട്ട് റഷീദ് എന്ന കുഞ്ഞാനും പെണ്ണുങ്ങളൊക്കെ അവിടെ അവരിങ്ങോട്ട് വരി. അതുകൊണ്ട ഇനി ആരെങ്കിലും പങ്കെടുക്കാണ്ടോ? വിച്ചാവാക്കൻ്റെ മക്കൾ വിജുവാച്ചാൻ നമ്മളെ കുട്ടിയാൻ വിച്ചാന്നാ വിച്ചാ. ഇനി പേര് അറിയാത്തോണ്ട് അങ്ങനെ വിച്ചോളി. അവരുടെ മക്കളെ മാരിമക്കളെ പേരക്കുട്ടികളെ ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എനിപടി ഒരാൾക്ക് പോകാനുള്ളതാണ്. കാരണം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, ബുധനാഴ്ചയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണ്. അതിനുള്ള സ്പീഡ് എന്താ കഴിക്കും? അങ്ങനെ കലാപരിപാടി, പാട്ട്, ഡാൻസ്, കോൽക്കളിയൊക്കെ നടക്കാണ്ട് ഇവിടെ. ഓക്കെ. എനിക്ക് പറഞ്ഞാൽ മതി. ഞങ്ങൾ മേൽപ്പള്ളിയിലെ ബിജാവാക്ക പേരക്കുട്ടികളാണ്, മക്കളാണ്. ഇത് 2 മക്കളാണ്, ഇത് 3 മക്കളാണ്. ബാക്കി ഞാൻ ഡോക്ടർ കമാലുദ്ദീൻ നാളെ മകനാണ്. എൻ്റെ പേര് ശംസീർ എന്നാണ്. പിന്നെ ഞാനിപ്പോൾ ഇനി പേർക്ക് കൊടുക്കുക നമ്മൾ മേൽപ്പള്ളിയിൽ തറവാട്ടിലാണ് താമസിക്കുന്നത്. 10 മക്കളിൽ 10ാമനായ സുലൈഖ ബിച്ചോളെന്ന് പറയുന്ന ആളുടെ മോളാണ്. നമ്മളിതൊക്കെ അധികം പേരക്കുട്ടികൾ തന്നെയാണ്. ഒരമ്മോനാണ് ഇവിടെ വന്നത്. ബാക്കി 2 ഉമ്മമാരുണ്ട്. ബാക്കിയൊക്കെ ഞങ്ങൾ പേരക്കുട്ടികളാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സന്തോഷം, സ്നേഹം. ഹലോ ഇതിനിടയിൽ വിട്ടുപോയ കാരണം ഞാൻ അങ്ങനെ എഴുതി പഠിച്ചല്ലോ. വിട്ടുപോയ ഇമ്പോർട്ടൻറ്റ് കാര്യം കൊണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഏട്ടൻ ശംസുദ്ദീൻ എന്ന ശാസ്ത്രജ്ഞൻ കണ്ട 3 അവാർഡ് ഡോക്ടറേറ്റ് കിട്ടിയ ഇവന് 1972 ആഗസ്റ്റ് 8 ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് അലിഗർ പഠിക്കുമ്പോൾ നമ്മൾ എടക്കേലമ്മൂട്ടി എൻ്റെ അമ്മായിൻ്റെ മകൾ ഇവിടെ ഉണ്ട്. എടക്കേലമ്മൂട്ടിയുടെ കൂടെ ഞാൻ അലിഗറിൽ താമസിച്ചത്. അത് ഉമ്മൂട്ടിയോട് പ്രത്യേകം പറഞ്ഞ് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെ അവിടെ നിന്നാണ് റഷ്യയിലെ മോസ്കോ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പ്ലസ് 1 ഫിസിക്സിന് പഠിക്കുന്നത്. അവിടെ കഴിഞ്ഞില്ല. അവിടെ കഴിച്ചതിന് ശേഷം മൂപ്പര് ലോകം മുഴുവത്തിൽ യൂറോപ്പ് 10-50 രാജ്യങ്ങൾ ചുറ്റിണ്ട്. അതുകൂടി പറയാൻ ഇമ്പോർട്ടൻ്റ്. 80ഓളം മിക്കവാറും മോസ്റ്റ്ലി 80ആണ് വിസിറ്റർ, മോർ ദാൻ 80. ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പിന്നീട് ഇവിടെ സീനിയർ ജോയിൻ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ അമേരിക്കയിലെത്തി. അപ്പോൾ ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചൊന്നും കൂടി പറയാനും കൂടി അത് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടാവും. ഞാൻ AK നഫീസ് താത്തൻ്റെ മോള് കുൻസുവിൻ്റെ മകനാണ്. എനിക്ക് 2 പെങ്ങളും 1 ആങ്ങളയുണ്ട്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഷാഹിന റോസ്ന. എൻ്റെ ഒരു ബ്രദറുണ്ട്, ഒമാനിലാണ്. പിന്നെ ഉമ്മൻ്റെ അനിയത്തി കുട്ടിമാളു കോടമ്പഴയാണ്. അവരുടെ മോന് നൗഷാദ്, പിന്നെ നിഷാദ്, പിന്നെ മോള് റെയ്ഹാനത്ത്. അവരുടെ ഫാമിലിയാണ് ഞങ്ങളെ ഫാമിലി. മേൽപ്പള്ളി തറവാട്ടിലെ നഫീസ് താത്താൻ്റെ മക്കളും പേരമക്കളും. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞാള് എന്നവരുടെ 4ാമത്തെ മകളാണ്. പിന്നെ മൂത്ത മകള് ആയിഷ, പിന്നെ ആങ്ങള റഷീദ്, നാത്തൂന് സെബി, അവരെ കുട്ടികൾ. ഏതായാലും ഈ AK സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ ആരും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ ഉമ്മൻ്റെ കുടുംബക്കാരെ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുടുംബങ്ങൾ, എളാപ്പ മൂത്താപ്പ മക്കളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇങ്ങനത്തെ ഓരോ സംഗമങ്ങൾ സംഘടിപ്പിക്കുക, എല്ലാവർക്കും ഈ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹസൻ ഫാമിലി ഒരുങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മേൽപ്പള്ളി കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും പേരമക്കളെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ അവർ ബിവാത്ത, AK അബ്ദുള്ളക്കുട്ടി ആമിന, AK ഖാദർ ബിച്ചിവി, AK സൈനബ മുഹമ്മദ്,
പ്രിയപ്പെട്ട ഹസ്സൻ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങൾ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി തുടങ്ങിയാൽ ഒരുപക്ഷെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും ഈ പരിപാടി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ മൈക്ക് ഒരിക്കലും തരുന്നില്ല. എന്തു തന്നെയായാലും എടക്കഴിക്കടവത്ത് കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കുടുംബമാണ് ഈ ഹസ്സൻ കുടുംബം എന്നിതാ ഇതുവരെ ഇവർ തെളിയിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കുടുംബം വരാനുണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം. അതിലും മഹത്തായ, അതിലും അംഗബലമുള്ള കുടുംബങ്ങൾ ഒരുപക്ഷെ ഉണ്ടായി കാണാം. നമ്മുടെ ചെയർമാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ അംഗബലം ഇത്ര കൂടുതൽ ഉണ്ടാകാൻ കാരണം മമ്മത്തൻ ഫാമിലിയിലുള്ള കുഞ്ഞാത്തു ഫാമിലിയും കൂടി ഇതിലുണ്ട്. അവർ രണ്ടുപേരും അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫാമിലി ആയത്. അല്ല, ബീവാത്തു ഫാമിലി, ബീവാത്തു. അസ്സലാമു അലൈക്കും. ഞാൻ ഹസൻ ഫാമിലിയിലെ ചെറിയ മകൻ അബ്ദുൽ ഖാദറിൻ്റെ മകനാണ്. ഇനി ഞങ്ങളെ കാരണവന്മാരായിട്ടുള്ള വലിയ കാരണവരായിട്ടുള്ള വാക്കാക്കൻ എടുത്തു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എടക്കൈക്കടവത്ത് ഹസൻ എന്നവരെ മകൻ ബിച്ചാവിൻ്റെ മക്കളാണ് ബിച്ചാവ ഫാമിലി. ബിച്ചാവ അബ്ദുറഹ്മാൻ, അബ്ദുല്ല കുട്ടി, അബ്ദുൽ ഖാദർ, സൈനബ. അവരെ ബിച്ചാവ എന്നവരുടെ മകൻ AK ബാവ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ 2 അനിയന്മാർ, 4 പെങ്ങന്മാർ, എനിക്കൊരു മകന്. ഞങ്ങളെ മൊത്തം ഉള്ള ഫാമിലിയാണിത്. ഇനി അതിനെ വിശദമായിട്ട് എൻ്റെ മകൻ സംസാരിക്കും. സംസിറ. അസ്സലാമു അലൈക്കും. ഇത് ബിച്ചാവാക്കിയും ബിച്ചാവാക്കൻ്റെ സഹോദരന്മാരും സഹോദരിയുടെയും കുടുംബാംഗങ്ങളാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു വേദി കിട്ടിയതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെയധികം നന്ദി. ഈ കുടുംബത്തെ പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ ഇവരെ മനസ്സിലാക്കാനും സാധിച്ചതിൽ വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ എടക്കൈക്കടവത്ത് അബ്ദുറഹ്മാൻ എന്നവരുടെ മകനാണ്. എൻ്റെ വാപ്പയും എടക്കൈക്കടവത്താണ്, ഉമ്മയും എടക്കൈക്കടവത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ലെവലിലും പ്രയോറിറ്റി ഉണ്ട്. ഈ കുടുംബങ്ങൾ മൊത്തത്തിൽ നമ്മളെല്ലാവരും പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പരിപാടി ഇന്ന് മരിബായാലും ചിലപ്പോൾ തീരില്ല. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടുത്തുന്നില്ല. അടുത്ത ആരുണ്ടോ പരിചയപ്പെടുത്താൻ? ഒലിപ്പുറം സുബൈർ നളാക്ക് ഫോൺ കൈമാറുന്നു. അസ്സലാമു അലൈക്കും. എടക്കൈക്കടവത്ത് ഉച്ചാവാക്കൻ്റെ പെങ്ങൾ AK സൈനബ എന്നവരുടെ മൂത്ത മകനാണ് ഞാൻ. എനിക്ക് 3 പെങ്ങളും ഒരു സഹോദരനുണ്ട്. അവനിപ്പോൾ സൗദിയിലാണ്. ഇത്ര പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറയുമ്പോൾ മറ്റുള്ള പറഞ്ഞ മാതിരി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ എടക്കൈക്കടവത്ത് ബിച്ചാവ എന്നവരുടെ മരുമകനാണ്. എൻ്റെ ഈ ഫാമിലിയാണ് ഇവിടെ കൂടിയത്. ഈ ഫാമിലി ഏറ്റവും വലിയ ഒരു ഫാമിലിയാണെന്ന് ഇവിടെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇതിലിനിയും ഒരു 10% വരാനുണ്ട്. 10% 20% തന്നെ വരെ ഇനിയും വരാനുണ്ട്. കുറേ ആളുകൾ പുറത്താണ്, കുറേ ആൾ വരാനും ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വലിയൊരു ഫാമിലിയായി. ഇതിനെ പരിചയപ്പെടുത്തണമെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോരുത്തരും പരിചയപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ കുടുംബ സംഘങ്ങളെ പരിചയപ്പെടണമെങ്കിൽ ഓരോ കുടുംബത്തിലേലും ഫോട്ടോകൾ വ്യവഹാരം എടുത്തുകൊണ്ട് ഒരു സോനിയർ നമുക്ക് പ്രകാശനം ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ ഞാൻ രേഖപ്പെടുത്താണ്. കാരണം ഓരോ കുടുംബത്തിലെയും ഓരോ വ്യക്തികളുടെ ആ കുടുംബ ഗ്രൂപ്പ് ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സോനിയർ ഈ പരിപാടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സോനിയർ പ്രകാശനം ചെയ്യണം. അത് പിന്നീടൊരു അവസരത്തിൽ പ്രകാശനം ചെയ്യണമെന്ന് ഈ കുടുംബ സംഘത്തിന് ഒരു നിർദ്ദേശം ഞാൻ നൽകുകയാണ്. അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷം.
എടക്കഴിക്കടവത്ത് ഹസൻ ഫാമിലിയെ പരിചയപ്പെട്ടതിൽ ഈ സംഘാടകരും അതോടെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളും ഈ എടക്കഴിക്കടവത്തെ ഹസൻ ഫാമിലിക്ക് അനുഗ്രഹങ്ങൾ നേരുന്നു. ഇന്നത്തെ അംഗബലം കൊണ്ട് ഇവിടെ മുന്നിൽ തെളിയിച്ച ഈ ഹസൻ ഫാമിലി കൊച്ചുകുട്ടികളുടെ കലാവിരുന്നിലും ഈ മികവും കഴിവും പ്രകടിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എടക്കഴിക്കടവത്ത് തായുമ്മ എന്ന പേരുള്ള നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഒരു വല്യമ്മയുടെ കുടുംബാംഗങ്ങളും കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. പക്ഷെ എന്തോ നേരത്തെ വന്ന ഫാമിലിയുടെ അത്ര അംഗബലം ഇവർ ഇല്ല എന്നാണ് സംഘാടക സമിതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷപാതം ഒരിക്കലും നടക്കില്ല. പ്രിയപ്പെട്ട ചെയർമാൻ ആൻഡ് കൺവീനർ അവർകളെ കഴിഞ്ഞ തവണ ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ കയറിയ എടക്കഴിക്കടവത്ത് ഹസൻ ഫാമിലി എന്നുള്ള അത്ര അംഗബലം നിങ്ങളിൽ കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, സദസ്യരെ, കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെയും നമുക്ക് വേദിയിൽ നിന്ന് പറഞ്ഞേക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നിറഞ്ഞ കയ്യടി കൊടുത്ത് ഇവരെ നമുക്ക് വേദിയിൽ നിന്ന് പറഞ്ഞേക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. എടക്കൈക്കടവത്ത് മമ്മത്തൻ അവരുടെ മകൻ അബ്ദുറഹിമാൻ, അവരുടെ 7 മക്കളിലെ 3ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ പേര് ഫസലുർ റഹ്മാൻ. നമ്മുടെ ഉപ്പ അബ്ദുറഹിമാൻ, ഉപ്പൻ്റെ അനിയനാണ് വാപ്പുക്ക. അൽഹംദുലില്ലാഹ് ഈ ഒരു ഒരുമിച്ച് കൂടലിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ ചേലാമ്പ്രത്തെ ബാവക്കയാണ് നമുക്കിങ്ങനെ ഈ ഒരു ഫാമിലി ആയിട്ട് കൂടണം ഇങ്ങനെന്ന് പറയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഇതിന് വേണ്ടിയിട്ട് ജസ്ലിയും നമ്മുടെ നബീസമ്മയുടെ മകന് ഈ ഒരു കൂട്ടായ്മ വന്നതിൽ വളരെ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു വേദി ഉണ്ടായതിൽ തന്നെ നമുക്ക് വളരെ സന്തോഷം. ഇതോടൊപ്പം തന്നെ നമുക്കൊരു ചാരിറ്റി വേണം. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല അവസ്ഥയിലുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളെക്കാൾ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം ഈ കൂട്ടായ്മയോട് കൂടിയിട്ട്. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 1.5 ഏക്കർ സ്ഥലം നമ്മളെ പെരുവായിലുണ്ട്. അവിടെ ഞാൻ കുറച്ച് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ച് വീടുകൾ നമ്മളെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കണം. അവർ ഇൻഷാ അല്ലാഹ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും അതിൽ നമ്മൾ സഹായിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മളെ കുടുംബത്തിൽ ഈ എടക്കൈക്കടവത്തിൽ തന്നെ ഈ കുടുംബത്തിൽ ഈ കൂട്ടായ്മയോടുകൂടി നല്ലൊരു അവസ്ഥ അല്ല, പുറത്തും നാട്ടിലും എല്ലാവർക്കും നല്ലൊരു ഗുണം ഉണ്ടാവണം. ആ രീതിയിൽ നമുക്ക് ഈ ഒരുമിച്ച് കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയ നാളെ ആഹാരത്തിനും ഒരുമിച്ച് കൂടാനുള്ള എല്ലാ തൗഫീഖും ഉണ്ടാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അത് മാറുന്നു. ഹലോ, നമുക്ക് നമ്മളെ AK ഫാമിലിയിലെ ചാമായി ഫാമിലി അംഗബലം കൊണ്ടാണ് അവർ ശക്തി തെളിയിച്ചത്. നമ്മൾ കലാപരമായിട്ട് ഇന്ന് വൈകിട്ട് നമ്മുടെ ശക്തി തെളിയിക്കുമെന്ന് ഇതിനാൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു. വളരെയധികം സന്തോഷം ഈ കുടുംബത്തെ പരിചയപ്പെടാനും കഴിഞ്ഞതിൽ. എന്ന് പറയുന്നവർ ഒറിജിനൽ അല്ല. എടക്കയിൽ മണക്കാട്ട് മുഹമ്മദ് അലി എന്നവരുടെ വീരാങ്കോയ മൗലവി എന്നവരുടെ കുടുംബമാണ് ഞങ്ങളത്. ഉമ്മ തായുമ്മ എടക്കൈക്കടവത്താണ്. ഞങ്ങൾ പുറ്റേക്കാട്ട് എല്ലാത്തിലും AK-ക്കാരായിട്ട് വളരെയധികം സഹകരിച്ചുകൊണ്ട് വളരെ കാലം മുമ്പേ പോയത് കൊണ്ട് ഞങ്ങളവർ കുടുംബം പോലെ ജീവിച്ചതാണ്. എടക്കൈക്കടവത്തുവരായിട്ട് ഞങ്ങൾ ഉമ്മുള്ള കാലത്ത് ഞങ്ങളെല്ലാവരും അബ്ദുറഹിമാൻ കാക്ക ഞങ്ങളുടെ അമ്മോനായിരുന്നു. ഞങ്ങളങ്ങനെ ജീവിച്ചതാണ്. എൻ്റെ വാപ്പ പുറ്റേക്കാട്ടെ ജുമാഅത്ത് പള്ളിയിൽ 57 വർഷം
ഖത്തീബായി സേവനം അനുഷ്ഠിച്ച ആളാണ്. അങ്ങനെ എൻ്റെ ഉമ്മയാണ് AK തായിമ്മ എന്ന് പറയുന്ന ആൾ. പിന്നെ ഞങ്ങളുടെ ഉമ്മക്ക് 5 മക്കളാണ്, 7 മക്കളായിരുന്നു. അതിൽ മൂത്തത് പെങ്ങൾ കുറേ മുമ്പ് മരണപ്പെട്ടു പോയി. ഇപ്പം ഞങ്ങൾ 3 4 ആൾ ജീവിച്ചിരിപ്പുണ്ട്. മൂത്ത മകൻ വീരാങ്കോയ മൗലവീൻ്റെ തായിമ്മൻ്റെ മൂത്ത മകൻ അബ്ദുറഹിമാൻ മാസ്റ്റർ ഫറോക്ക് ഗണപതി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അവർ മരണപ്പെട്ട് അവരുടെ അനുജൻ തിരൂരങ്ങാടിയിലെ പ്രൊഫസറായിരുന്നു അബ്ദുലലി. അവരിപ്പോൾ 2 വർഷം മുമ്പ് നല്ലൂർ വെച്ചിട്ട് മരണപ്പെട്ട്. അവരുടെ അനുജനാണ് ഞാൻ. പിന്നെ എൻ്റെ അനുജനുണ്ട് അബ്ദുൽസലാം എന്ന് പറഞ്ഞിട്ട്, അവൻ ഇവിടെ എത്തിയിട്ടില്ല. അവരുടെ അനുജനാണ് ഡോക്ടർ ജലീൽ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഈ AK കുടുംബമായിട്ട് വളരെയധികം അടുത്ത ബന്ധം, കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുടുംബത്തിൽ സംഗമിച്ചതും എന്നെ അവർ നിർബന്ധിച്ചതും. അതുകൊണ്ട് ഞാൻ തായിമ്മ എന്നുള്ള അഡ്രസ്സ് കടമെടുത്തതാണ്. ഒരിക്കലും ഞാൻ ഇടക്കൈ കടവത്തല്ല, ഇടക്കയിൽ മണക്കാട്ടാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എടക്കഴിക്കടവത്ത് ഉസ്മാൻ ഫാമിലി അവരെത്രയും പെട്ടെന്ന് ഈ വേദിയുടെ പരിസരത്തേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിചയപ്പെടലും ഇതാ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും വളരെ കുറച്ച് ഫാമിലി കൂടിയേ ഉള്ളൂ. പരിചയപ്പെടാൻ കഴിയാത്ത ഫാമിലികൾ ഒരുങ്ങി നമ്മുടെ ഈ വേദിയുടെ പരിസരത്തേക്ക് കടന്നു വരണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നത് എടക്കഴിക്കടവത്ത് മാമു ഫാമിലിയാണ്. അവർക്ക് ഒരു നിറഞ്ഞ കയ്യോടിയോടുകൂടി അവിടെ നമുക്ക് യാത്ര അയക്കണം. എടക്കഴിക്കടവത്ത് കോമു എന്നവരും അവരുടെ മക്കളും പേരക്കുട്ടികളും ഇതിനടുത്ത ശേഷം വേദിയിലേക്ക് കടന്നു വരാൻ ഒരുങ്ങിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അനിയൻ പരീക്കുട്ടി എന്നവരുടെ മക്കളാണ് ഞങ്ങൾ. എടക്കഴിക്കടത്ത് മാമു എന്നവരെൻ്റെ മൂത്താപ്പയാണ്. അവരുടെ മക്കളും എല്ലാവും മൂത്ത മകന മമ്മുണ്യാക്ക, പിന്നെ അബു പിച്ചാവ, അവരുടെ വലിയ ജ്യേഷ്ഠൻ മരിച്ചുപോയ ബാപ്പുട്ടി, അവരുടെ മക്കൾ. പിന്നെ ഞാൻ എടക്കഴിക്കടത്ത് മാമു എന്നവരുടെ അനിയൻ്റെ മകൻ AK പരീക്കുട്ടി, എൻ്റെ പേര് AK സൈതലവി. ഏതായാലും ഇങ്ങനെ ഒരു കുടുംബസംഗമത്തിന് എഫേർട്ട് എടുത്ത് ഈ സൗകര്യം ഒരുക്കി തന്ന AK ബ്രദേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. അസ്സലാമു അലൈക്കും. എടക്കഴിക്കടവത്ത് വളപ്പിൽ മുഹമ്മദ് കയുടെ മക്കളും കണ്ണച്ചം വീട്ടിൽ കോയക്കുട്ടിക്കാക്കയുടെ മക്കളും സീതിക്കുട്ടി എന്നവരുടെ മക്കൾ അവരും അടുത്ത് ഈ വേദിയിൽ കയറാൻ ഒരുങ്ങി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ ഈ പരിചയപ്പെടൽ അവസാനിക്കാൻ പോവുകയാണ്.
അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇടയ്ക്കൽ കഴിവത്തി കോമു എന്നവരുടെ ഫാമിലിയാണ്. അവരുടെ 8 മക്കളിൽ മൂത്ത മകനായ കുട്ടിബാബ എന്നവരുടെ മൂത്ത മകളാണ് ഞാൻ. എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും ജീവിച്ചിരിപ്പില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇടയ്ക്കൽ കടവത്ത് ഫാമിലിക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. ഇനിയും എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് ഒത്തുകൂടാനുള്ളൊരു വേദി ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. താത്ത പറഞ്ഞ പോലെ ഞങ്ങൾ ഇടയ്ക്കൽ കടവത്ത് കോമു ഇത്തിക്കുട്ടിയമ്മ ദമ്പതികളുടെ അവരുടെ 8 മക്കളാണ്. ഇവിടെ പലരും അംഗബലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഇവർക്ക് 8 മക്കളുള്ളതിൽ 5 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞങ്ങളിവിടെ നിൽക്കുന്നതിലെ 4 ആൺമക്കളുടെ മക്കളും 4 പെൺമക്കളുടെ മക്കളുമാണ്. അതിൽ 3 അമ്മായിമാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെ ബാപ്പമാരും ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നണേ ഇത്രയും വലിയൊരു ഫാമിലി നമുക്കുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും അവരുടെ ഖബറിലേക്കും കൂടി ഇന്ന് ഇതിൻ്റെ സന്തോഷം എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു. 4 പേരുണ്ടായിട്ട് ഞങ്ങൾക്ക് 4 പേരിൽ ഒരാളെ പോലും നിങ്ങളെ കാണിക്കാൻ ഇവിടെ സ്റ്റേജിൽ ഇരുത്താനില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും ഇത്രയും നല്ലൊരു ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. താത്ത പറഞ്ഞ പോലെ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ എപ്പോഴായാലും ഇതുപോലെ ഒന്ന് ഒത്തുകൂടാനും ഈ അംഗബലം ഒന്ന് കാണാനും നമുക്കൊരു സന്തോഷമാണല്ലോ. ഇൻഷാ അല്ലാ അതിനുള്ളൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ ഇവരൊക്കെ അമ്മമാരാണ്. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. പിന്നെ ഇതിൽ അംഗബലം കുറഞ്ഞു എന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഇതിവിടെ ഉള്ളതിൻ്റെ ഡബിൾ ആൾക്കാർ ഗൾഫിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൺകുട്ടികളായിട്ട് പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത്. പിന്നെ വലിയ കാക്കയാണുള്ളത്. ഞാൻ കാക്ക കൊടുക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുസ്തഫ. ഞാൻ കോമു എന്നവരുടെ മകള് ബിവാത്തുമ്മ എന്ന് പറയുന്ന മൂത്ത മകനാണ്. ഇത് പറഞ്ഞ മാതിരി തന്നെ എല്ലാ കൊല്ലവും ഇതേമാതിരി സംഘടിപ്പിക്കാൻ എല്ലാവിധ സാധനവും ഞങ്ങളുടെ അടുത്തു നിന്നുണ്ടാവും. അതേമാതിരി എല്ലാവരും നടത്തണം. ഈ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ്. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകാനുള്ളതാണ്. ഇത്രമാത്രമേ പറയാനുള്ളൂ. ഇത് അമ്മായിമാരാണ്. സൈനബ, മൈമൂന, സെലീന. ഇവർ 3 അമ്മായിമാരാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാവരും മരിച്ചു പോയി. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കണ്ണത്തിമ്പിടിയിൽ കോയക്കുട്ടി എന്നവരുടെയും അവരുടെ അനുജന്മാർ വളപ്പിൽ മുഹമ്മദ്, പടന്നയിൽ മുഹമ്മദ് എന്നവരുടെ മക്കളും ആണ്. പിന്നെ ഞങ്ങളെ പേരക്കുട്ടികളും മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് വരാൻ. അവരാരും എത്തിയിട്ടില്ല. ഞങ്ങളിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കുടുംബബലം കുറഞ്ഞിട്ട് എല്ലാവരും വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാ മരിച്ചിട്ട് നമ്മൾ മുതാറ് കാണുമ്പോൾ എല്ലാവർക്കും ഇതിനേക്കാളും വലിയൊരു പമ്പരിച്ച ഒരു പരിപാടി ആക്കി തീർക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുവാറാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. ഇമ്മാത്തക്കുട്ടി എന്ന് പറഞ്ഞവർ പെരുവണ്ണത്തിൽ നിന്ന് വന്നവരാണ്. അവർ കല്യാണ ആവശ്യാർത്ഥം പോയതാണ്. അവർ 3 പേരേ ഉള്ളൂ. അവർ 3 പേരും ഇടയ്ക്കൽ കടവത്ത് AK ഇമ്പിച്ചി ബാവൻ്റെ മൂത്ത പെങ്ങളാണ്. അവരുടെ മരുമക്കളാണ് അവർ 3 പേര്. അവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. പ്രിയമുള്ളവരെ, നിങ്ങളെ പരിചയപ്പെട്ടതിൽ ഇതാ ഇവർക്കും നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത കുടുംബത്തെ ക്ഷണിക്കാം. മരുമക്കളാണ്. ഞങ്ങളും വലിയ ഫാമിലിയൊക്കെയാണ്. പക്ഷെ ആളാരും വന്നിട്ടില്ല. 3 പേരെ വന്നിട്ടുള്ളൂ. അധികം ആളും സുഖമില്ലാത്തതാണ്. ഞങ്ങളുടെ വാപ്പൻ്റെ പേര് പരീക്കുട്ടി. ഫറൂഖിലാണ് വളർന്നു വന്നത്. ഇച്ചാക്ക എന്നാണ് എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ അനിയ ആലിമോൻ സുഖമില്ല, വീട്ടിലാണ്. അബു ഉച്ചാപ്പ സുഖമില്ല, ബാബു സുഖമില്ല. അധികം ആളും സുഖമില്ലാത്തവരാണ്. അപ്പം ഞങ്ങളിൽ വരാനുള്ളത് ഞങ്ങൾ 3 പേര് മാത്രമാണ്.
ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, കുഞ്ഞഹമ്മദ് മാഷും. മാഷ ഭാര്യയോടും ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അവർ കീശേരിയാണ്. ഇങ്ങനൊരു സംഗമമുണ്ട്, നമ്മൾ പോകാം. മൂപ്പർക്ക് വരാനും വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ സുഖമില്ലാത്ത പേരിൽ വരാതിരുന്നതാണ്. വലിക്കും നമ്മളെ എൻ്റെ ഉമ്മൻ്റെ ഏടത്തിൻ്റെ മക്കളാണ് ഇവരെല്ലാവരും. പിന്നെ ഇമ്മാത്തക്കുട്ടി എന്ന പേര്, പെരുവണ്ണയാണ് ഇവരിപ്പോൾ ഉള്ളത്. അവരുടെ ഫാമിലിയൊന്നും ആരും വന്നിട്ടില്ല. എല്ലാവരും വിളിച്ചിരുന്നു. അവർ പല പരിപാടിയും ബിസിനസ്സൊക്കെ ഉള്ളതാണ്. ആ പെരുവണ്ണ പഞ്ചായത്തിലെ മെമ്പർ പരിചയപ്പെടുത്തിയ ഇവരെ കുടുംബമാണ്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് അവരുടെ ബിസിനസ്സുകാരാണ്. അസ്സലാമു അലൈക്കും. പരിചയപ്പെടാനോ പരിചയപ്പെടുത്താനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെട്ടെന്ന് കടന്നു വരണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പരിചയപ്പെടലും പരിചയപ്പെടുത്തലും ഈ അവസാനിക്കുകയാണ്. 3 മണിക്ക് ഗെയിം സ്റ്റാർട്ട്. ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കുന്നവർ നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യം 3 മണിക്ക് നമ്മുടെ ഈ കുടുംബത്തിലുള്ള കൊച്ചുമക്കളുടെ കലാവൈഭവങ്ങൾ, അതുപോലെ തന്നെ പല ഗെയിമുകളും ഈ വേദിയിൽ അരങ്ങേറുകയാണ്. കൊച്ചുമക്കളുടെ ഈ വേദിയിലേക്ക് അരങ്ങേറുന്ന ആ കലാവൈഭവങ്ങളെ കാണാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ തയ്യാറെടുക്കണം. ഇതാ നമ്മൾ വിട്ടുപോയ ഒരു കുടുംബം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനി ആരും പരിചയപ്പെടുത്താനില്ല എന്ന രീതിയിൽ അവരുടെ പരിചയപ്പെടുത്തലോടുകൂടി കുടുംബങ്ങളെ പരിചയപ്പെടുത്തൽ അവസാനിക്കും എന്നറിയിക്കുകയാണ്. എന്നവരുടെ കുടുംബങ്ങളാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. അവർ തന്നെ സ്വയം പരിചയപ്പെടുത്തും. മെയ്തീൻ കോയ, ബി ഫാത്തിമ എന്നിവരാണ് ഇവർ. ഇപ്പോൾ താമസം യഥാർത്ഥ എടക്കേടവ് എന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഒരു നല്ലൊരു കയ്യോടിയോട് കൂടി ഇവരെ നമുക്ക് യാത്രയാക്കാം. പ്രിയപ്പെട്ട AK കുടുംബ ബന്ധു. വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കുന്നത് മുറ്റം നിറയെയുള്ള പൂക്കളാണ്. ആ പൂക്കളെ അഴകുള്ളതാക്കി തീർക്കുന്നത് പൂച്ചെട്ടികൾ. 2-3 ആളുകൾ കുട്ടികൾ ഇരുന്നോളൂ കേട്ടോ. 2-3 ആളുകൾ ഇരുന്നോളി. നിങ്ങൾ വിചാരിച്ച മ്യൂസിക്കൽ ചെയറല്ല, അതുകൊണ്ടാണ് ഇരുന്നോളാൻ പറഞ്ഞത്. ധൈര്യത്തിൽ ഇരുന്നോളി. 2-3 ആളുകൾ ഇരുന്നോളി. ഒരു 3 ചെയർ കൂടെ ഇങ്ങോട്ട് പിടിച്ചിക്കാളി. ഒന്ന് നീ ഒന്ന് പിടിച്ചിക്കാളി. ഇല്ല ഓക്കെ പറ്റില്ല. 5 വയസ്സിന്
അപ്പം നമ്മളെ മ്യൂസിക്കൽ ചെയർ തുടങ്ങാൻ പോവുകയാണ്. ഇത് സാധാരണ നടക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കൽ ചെയർ അല്ല. 2 കളറുള്ള ചെയർ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾ മ്യൂസിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കുക, എല്ലാവർക്കും ചെയർ ഉണ്ടാവും ചെയ്യും. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നറുക്കെടുക്കും. 4 കളർ ഉണ്ടാവും നറുക്കിൽ, റെഡ്, വൈറ്റ്, ബ്ലൂ, ഗ്രീന്. വൈറ്റ് സീറ്റിൽ വൈറ്റ് തന്നെയാണ് നറുക്ക് കിട്ടിയാൽ അവർക്ക് ഇരിക്കുക, ബാക്കിയുള്ളവർ പുറത്താകും. ഇതാണ് മ്യൂസിക്കൽ ചെയർ. ഓക്കെ, അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് ചെയ്യാണ്. മ്യൂസിക്കൽ നിന്ന് കഴിഞ്ഞ് കാണിച്ചാൽ 3 ആളോ 4 ആളൊക്കെ കസാലിരിക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. എല്ലാവരും ഇരുന്നില്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോ. ഇതിലെത്ര ആളിരിക്കണേ? ആരൊക്കെ ഇരിക്കണേ ഇതില്? വൈറ്റിലല്ലേ? വൈറ്റിലല്ലേ? 3 ആള്. എന്നാ എടുക്കും, ഒന്നെടുത്തോ. ഒന്ന് ഒരാള്. ബ്ലൂ. ഈ 3 കുട്ടികൾ ഔട്ടായിരിക്കാണ്. ബ്ലൂ ആണ് കളറ്. ഇതിലൊരാളുള്ളൂ. വൈറ്റ് സിറ്റ് ഔട്ട്. അവിടെ ഇരുന്നു മടിക്കാളെ. അത് ഇന്നാണ്. വൈറ്റ് 2 ആളൗട്ട്. അത് ഔട്ട്. ഒന്നെടുത്തോ. വൈറ്റ് വന്നിട്ട് കുലുക്കണം. അത് ഇന്നാണ്. അടുത്തെടുത്തോ. എടുക്കണം. ഒരാൾ ഇന്ന്. ബ്ലൂ ഔട്ട്. 2 ആൾ ഔട്ട്. ഔട്ടിരുന്നോ. വേർക്കിട്ട് പണിയാണ്ടല്ലോ. ബ്ലൂ ഔട്ട്. 2 ആൾ ഔട്ട്. ജനാല തുറന്നാ മതി. വൈറ്റ് ഇന്ന്. വൈറ്റ് ഔട്ട്. 3 ആളിതില്. ഒന്ന് മോള് ഔട്ട്. അങ്ങനെ ഉണ്ടാവും. ഒരാള്. വൈറ്റ് ഇന്ന്. 3 ആള്. റെഡ് ഇന്ന്. അടിക്ക. ബ്ലൂ ഔട്ട്. മ്യൂസിക് സ്റ്റാർട്ട്. കൊണ്ട് വരരുത്. ഇല്ലേ?
ബ്ലൂ ഔട്ട്. അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. ബ്ലൂ ഔട്ട്. ഇത് രണ്ടാളൊരു സീറ്റിലല്ലേ? ബ്ലൂ ഔട്ട്. ഇഞ്ചി എടുത്തോ. ബ്ലൂ ഔട്ട്. റെഡ് ഇന്ന്. അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറിയിരുന്നു. റെഡ് ഇന്ന്. ബ്ലൂ ഔട്ട്. മോൾ ഔട്ട്. പൊയ്ക്കോ. ഇറങ്ങി. വൈറ്റ് ഇന്ന്. വൈറ്റ് ഔട്ട്. മൂന്നാൾ ഔട്ട്. അതുവരെ ഉണ്ട്. വൈറ്റ്. ഗ്രീൻ ഔട്ട്. റെഡ് ഔട്ട്. ഗ്രീൻ ഔട്ട്. മ്യൂസിക്കൽ സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്തോ. വൈറ്റ് ഔട്ട്. ഗ്രീൻ ഔട്ട്. വൈറ്റ് ഔട്ട്. എത്ര സുഖമുണ്ട് ആൾക്കാരെ. വൈറ്റ് ഇന്ന്. ഒരു ഫ്ലാപ്പ് കൊടുക്കി. ബ്ലൂ ഔട്ട്. വൈറ്റ് ഔട്ട്. വൈറ്റ് ഔട്ട്. വൈറ്റ് ഇന്ന്. റെഡ് ഇന്ന്. റെഡ് ഔട്ട്. മ്യൂസിക്കൽ സ്റ്റാർട്ട്. ബ്ലൂ ഔട്ട്. അവിടെ കട്ടെ. വൈറ്റ് ഔട്ട്. വൈറ്റ് ഇന്ന്. എൻ്റെ പേരെന്താ? മൊയ്തീൻകുട്ടിയുടെ മകൾ ആയിഷ വെള്ളാമ്പ്രം ഇന്നായിരിക്കാണ് ഫസ്റ്റ്. എല്ലാവരും ഫ്ലാപ്പൊടി. സമ്മാനം നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഒരു പോയിക്കോട്ടെ.
ഓരോരുത്തരും ഓരോ സീറ്റിൽ ഇരുന്നോളിയാ. വന്നോളി ഇവിടെ നിന്നാ മതി. വന്നോളി ബാക്കിയുള്ള ആളൊക്കെ വരാൻ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വന്നോളി. ഇവിടെ നിൽക്കുക. ആ സൈഡ് കൂടെ ഈ സൈഡിൽ കേട്ടോ. ഒരാളും കൂടി ഇരി. നറുക്കിടുന്ന കളിയാണ്. എന്നാലും പെട്ടെന്ന് പരിപാടി, അതേ പരിപാടി എന്തായാലും പെട്ടെന്ന് പരിപാടി ചെയ്യുള്ളൂ. ഇരിക്കി ഒരാൾ ഇരിക്കി, ആ രസം ഉണ്ടാവും. ചിന്താതമനിയിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം, സ്വാർത്ഥ പുറകെ ലോകമോടി നാലൊരിക്കലും നാശം, തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ എത്തിക്കും പ്രാസം, ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്ക് ആരുണ്ടിവിടെ പാസം, ഞാൻ മാറ്റുന്നു മരുവച്ച പൂവിടങ്ങൾ. അപ്പോൾ മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ ഔട്ടാകുന്ന ആൾ സെയിം മെത്തേഡ് തന്നെയാണ് കുട്ടികൾക്കുള്ള മരുന്ന്. നറുക്കെടുക്കും, സെയിം കളർ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഔട്ടാകും. അതിലേക്ക് ഇതിലുള്ള ആളുകളെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, മ്യൂസിക്കൽ സ്റ്റാർട്ട്. സംഗീത ലഹരി തീർന്നു പട്ടിക വിട പണി ജാലക മതിൽ കെട്ടുകട്ടിയുള്ള എല്ലാവർക്കും ചെയറുണ്ടോ? പേടിക്കണ്ട, എല്ലാവർക്കും ചെയറുണ്ട്. എടുത്തോളൂ. ഗ്രീൻ ഔട്ട്. റെഡ് ഔട്ട്. ഔട്ട്. റെഡ് ഇന്ന്. ഔട്ടായ ആളുകൾ ഇതിലെ പോകണം കേട്ടോ. വൈറ്റ്. നിങ്ങൾ എടുത്തോളി. ഗ്രീൻ ഔട്ട്. റെഡ്. റെഡ് ഇൻ. എടുത്തോളി. വൈറ്റ് ഇന്ന്. നിങ്ങൾ എടുത്തോളി. ബ്ലൂ ഔട്ട്. മ്യൂസിക്കൽ സ്റ്റാർട്ട്. Zimam bing bing bo sustain se taar chimatti chati se zimam bing bing bo sustain se taar hai neeli kaun ka ആ റെഡും കേട്ടോ എന്നാല്
ബാക്കി ചെയറിൽ ഫില്ല് ചെയ്തോളി. ബാക്കിയുള്ള ആളുകൾ ചെയറിലേക്ക് ഇരുന്നോളി. വൈറ്റ് ഔട്ട്. അഞ്ചാളുണ്ട്. സ്റ്റാർട്ട്. മ്യൂസിക്കൽ സ്റ്റാർട്ട്. മ്യൂസിക്കൽ സ്റ്റാർട്ട്. രണ്ടുപേര്. വൈറ്റ് ഔട്ട്. അപ്പോൾ രണ്ടും ഔട്ടാണ്. അപ്പോൾ രണ്ടാളുള്ളതിനോണ്ട് രണ്ടാളെയും വിന്നർമാരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ്. ആണുങ്ങൾക്ക് വേണോ ഈ മ്യൂസിക്കൽ ചെയർ? ആണുങ്ങൾക്ക് വേണോ? കുട്ടികൾക്കില്ല, ആണുങ്ങൾക്ക്. വലിയ ആൾക്ക് ഉണ്ടോ? വേണ്ടോ? എന്നാ വരി. പെട്ടെന്ന് വരി. ചിന്താതമനിയിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം? സ്വാർത്ഥത പുറകെ ലോകമോട്ടി നാലുദിക്കിലും നാശം. വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ജാനകം കരുണം ദീപസം അത്ഭുതം ശാന്തം ഹാസ്യം. ഏകാകിയാണെങ്കിലും കടാക്ഷം മുന്നിലെ രഹസ്യം. തമസന്റെ മനസ്സിൽ തെളിച്ചമ ശിരസിൽ വീക്ഷണ വിലസല ദൃഷ്ടികൾ നഭസിൽ ആഗ്രഹങ്ങൾ അസല് ശൈലികൾ അലസല് രക്തമുൾ. ഡാൻസുള്ള മാറ്റി കൊടുക്കട്ടെ ചോദിക്കുന്നുണ്ട്.
അത് 6 മണി ആയിക്കോട്ടെ, ലേസം ആയിക്കോട്ടെ. ഇപ്പം 4 മണി 4 കളർഫുള്ളാണ്. നോക്കിയോ നോക്കടാ. ബ്ലൂ ഔട്ട്. ഗ്രീൻ ഔട്ട്. വൈറ്റ് ഔട്ട്. ബ്ലൂ ഔട്ട്. ഒന്ന് വൈറ്റ് ഔട്ട്. റെഡ് ഇൻ. 2 ആൾ സ്റ്റാർട്ട്. Here we go, take your sorrow back aside. Do you know the pleasure I will guide you by? It's now and never much you decide. Come break a leg, you're fly and ride. In the ഉലകത്തിൽ ഉന്നവലവി. എടുക്കടാ, എടുക്ക്. നോക്കിയോ, തുറന്നു നോക്ക്. റെഡ് ഇൻ. ഗ്രീൻ ഔട്ട്. ഹീസ് ദ വിന്നർ. ഇത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് മോനെ പോടില്ല. ഫസ്റ്റും സെക്കൻഡും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ. ഭർത്താക്കന്മാർ കൂടെ ഇവിടെ വന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ ഒന്ന് നിസ്കരിക്കാൻ പോയിക്കണം, അവിടെ പോയിക്കണം, ഇവിടെ പോയി കിട്ടൂല. ഫസ്റ്റ് വരുന്ന 6 ആളുകൾക്ക് സമ്മാനം തരുന്നതാണ്. ഭർത്താക്കന്മാർ ഇവിടെ ഹാളിലുള്ള ഫസ്റ്റിൽ സ്റ്റേജിലെത്തുന്ന 6 ഭാര്യമാർക്ക് സമ്മാനം തരുന്നതാണ്. ഭർത്താക്കന്മാർ ഇവിടെ ഉള്ള 6 സ്ത്രീകൾക്ക് ഭാര്യമാർ മാത്രം വന്നാൽ മതി. ഭാര്യ മാത്രം വന്നാൽ മതി. 6 പേര് 6 പേര് 6 പേര് 6 പേര് 6 പേര് 6 പേരായി 6 പേര് 6 പേരായി 6 പേര്. ഇങ്ങോട്ട് വേണ്ട. 6 പേരെ ഇങ്ങോട്ട് വരി. നിങ്ങൾ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലേ? ഭർത്താക്കന്മാരെ വിളിച്ചോളി. ഈ കാണുന്ന 6 സ്ത്രീകളെ ഭർത്താക്കന്മാർ ഒന്ന് സ്റ്റേജിലേക്ക് വരിക. അവിടെ നിന്നോട്ട് 6 പേർ നിങ്ങൾ വേണ്ട. ഈ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ ഇവിടേക്ക് ഇവിടെ വന്ന 6 സ്ത്രീകളുടെ ഭർത്താക്കന്മാരൊന്ന് സ്റ്റേജിലേക്ക് വരിക. നിങ്ങൾ മാറ്റാരാ? ഇത് അടുത്തേക്ക് നിന്നോളി, കൂടെ നിന്നോളി. നിങ്ങൾ നിന്നോളി. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് നിന്നോളി. നിങ്ങൾക്കൊക്കെ സമ്മാനം വേണ്ടേ? സമ്മാനം വാങ്ങാനാണല്ലോ വന്നത്. എല്ലാവർക്കും തരാം. ഇങ്ങോട്ട് നിൽക്കുക. എല്ലാവരും കാണട്ടെ. എല്ലാവരും കാണട്ടെ. ഇതിന് നിങ്ങളവിടെ എവിടെ? നിങ്ങളെ ഭർത്താവ് എവിടെ? വരും ഭർത്താവ്. ഇങ്ങോട്ട് നിൽക്കി. കാണുന്ന ഭാഗത്തേക്ക് നിൽക്കി. ഇല്ല ഉണ്ട്. എന്താ വരുന്നുണ്ട്? നിൽക്കി. നിങ്ങൾ കസാല പിന്നെ എടുത്തേക്ക്. അവിടേക്ക് കസാല എടുത്തേക്ക്. പിന്നെ ഓക്കെ. ഇനി ആരല്ലേ? നിങ്ങൾ അപ്പൊ അവിടെ ഇല്ല. ഇന്ന് വേറെ 2 സ്ത്രീകൾക്ക് ചാൻസ് കിട്ടിക്കണേ. 2 സ്ത്രീകൾക്ക് വേഗം കയറിക്കോളി. 2 സ്ത്രീകൾ മതി. അതായത് അവരെ ഭർത്താക്കന്മാര് വരും. ഇവരെ ഭർത്താക്കന്മാര് എവിടെ? കുട്ടികൾ വരില്ല. എവിടെ? പെട്ടെന്ന് വരെ. ഇവരാണോ? അതിലെ കൊണ്ടുവരുവാ. ഹലോ. ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറിയ ഈ ഭാര്യാഭർത്താക്കന്മാർ ഇതുവരെ ഭാര്യാഭർത്താക്കന്മാരാണ് എന്നതിന് എന്താണ് തെളിവുള്ളത്? മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? അതൊന്നല്ല. അപ്പൊ റെഡിയല്ലേ? നിങ്ങൾക്കൊക്കെ 6 പേർക്ക് ഞാൻ സമ്മാനം തരാൻ പോവുകയാണ്. പിടിച്ചാട്ടെ. നിങ്ങൾ സ്ത്രീകൾ ഇത് പിടിച്ചാട്ടെ.
6 ആളെന്ന് പറഞ്ഞപ്പം സമ്മാനം വാങ്ങിക്കുക എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി ഓടി വന്ന ദമ്പതികളാണ് ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ 2 മിനിറ്റ് കൊണ്ട് സാരി ഉടുപ്പിക്കും. അതിലേറ്റവും നല്ല സാരി ഒരു മിനിറ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഇവര് 2 മിനിറ്റ് കൊണ്ട് ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ സാരി ഉടുത്തത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അവർക്കാണ് സമ്മാനം. ഓക്കെ, ഞാൻ പറയും, സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇപ്പൊ തുടങ്ങാനായിട്ടില്ല. എല്ലാവരും അവിടെ നോക്കി. സാരി താഴെ, സാരി നിലത്തിടി, സാരി എല്ലാവരും സാരി നിലത്തിടി. ആ ജലീല മാറി. അല്ല പോകലില്ല. അല്ല സമ്മാനം തരാൻ ഞങ്ങൾ വിളിച്ചു. പിന്നെ എങ്ങോട്ടാ പോണേ? ഇവിടെ സമ്മാനം തന്നിട്ടേ ഞങ്ങളെ വിടുള്ളൂ. അപ്പൊ സമ്മാനം വേണ്ട. എന്നായിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളിതെവിടെ? വേണ്ട. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്ന് ടൈം ആരാ കുട്ടീനെ വിളിച്ചോളൂ. ഓക്കെ നല്ല വൃത്തിയിൽ ഉടുത്ത ആളുകളെ നമ്മളെ കാണികൾ പറയും, അവർക്കായിരിക്കും സമ്മാനം കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം ആർക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, സെക്കൻഡ് കൊടുക്കേണ്ടത്. ഒന്ന് തിരിഞ്ഞോളിട്ടോ, സാരി എടുത്തോളി. ഒന്ന് തിരിഞ്ഞോളി, ബാക്കൊക്കെ ഒന്ന് കണ്ടാളി. ഒന്ന് തിരിഞ്ഞോളി, ബാക്ക് ഭാഗമൊക്കെ റെഡിയാണോ നോക്കിക്കോളി. ബാക്കൊക്കെ റെഡിയാണോ നോക്കിക്കോളി. ഒന്ന് തിരിഞ്ഞോളി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മുസ്തഫ ആൻഡ് ഫാമിലി അല്ലേ? ഓക്കെ, സെക്കൻഡ്. ഓക്കെ, നല്ലൊരു ഫ്ലാപ്പ് ഒന്നുകൂടി. പേര് കൊടുത്തു പോണേ കൗണ്ടറിൽ. 4 ഫാമിലി ഇവിടെ പേര് കൊടുക്കണം. ഫസ്റ്റും സെക്കൻഡും ഉണ്ടാവും. മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളെ ഗെയിമിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു കുടുംബാംഗമായ ഷിയാബ് ഒരു പാട്ട് പാടണമെന്ന് പറയുന്നുണ്ട്. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഇൻഷാല്ല അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? രാജാതിയായി വാണിടം ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽ കാണിந்த ജബല്ല
സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാതിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ നേർ കാണിന്ത ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുള്ളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ സുസ്ഥിരമിൽവിക ദൂതനെ വിട്ട് സ്ഥിതിഗതിഗതിയത് നേയറിവിത്ത് സുബ്ഹാനവരുടെ വിധി പോലൊത്ത് സുസ്ഥിരമിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവരുടെ വിധി പോലൊത്ത് മുല്ലപ്പൂം ഭാഷാംഗത്താൽ തോഴിമർ പറയുന്നു മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ചു കേൾക്കുന്നു മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു പുഞ്ചിരി തൂവുന്നേ നാണം കുണുങ്ങുന്നേ മക്കത്തെ രാജാതിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽ കാണിന്ത ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുള്ളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം കൂടുന്നേ അബ്ബാസിൻ മകൻ ഹംസത്തോരെന്നൊത്തൊരു വിത്തവനൊത്തൊരു വിത്ത് എത്തികുവയിലിൻ എത്തൊരു വിത്ത് അബ്ബാസിൻ മകൻ ഹംസത്തോരെന്നൊത്തൊരു മിത്തനൊത്തു വിത്ത് എത്തികുവയിലിന് ഒത്തൊരു മിത്ത് ആരംഭമട്ടൽ മകൾ ബീവി ഖദീജനെ അബ്ദുല്ലാവിൻ്റെ മകൻ ഒന്നിച്ചിടക്കുന്നേ ആനന്ദം കൂവലിതൻ സമ്മതമരുളുന്നേ പഞ്ചാരക്കുന്നിന്മേ തേൻമഴ ചാറുന്നേ മക്കത്തെ രാജാതിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽ കണിന്ത ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുള്ളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം തേടുന്നേ പുഞ്ചിരി ചന്ദ്രനൊത്ത് ബീവി ഖദീജ ചുണ്ടുണമൊത്ത് പേരിതി മേനിയിൽ മഞ്ഞു പെരുത്ത് പൂത്തൊരു പുഞ്ചിരി ചന്ദ്രനൊത്ത് ബീവി ഖദീജ ചുണ്ടു തൊടുത്ത് പേരിത മേനിയിൽ ഒരുവനൊത്ത് നാളെ നാളം കൊള്ളാനും കൊതിക്കുന്നേ മണവാട്ടി ഖദീജ ബീവി ചമയുന്നേ നാനാന വീടയുന്നേ നേടിക്കരയുന്നേ എത്തി മുഹമ്മദിൻ സന്തോഷമെത്തുന്നേ മക്കത്തെ രാജാതിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽ കണിന്ത ജബല്ല മാലിനി കനിയായ ഖദീജാബി ചുള്ളുവിലായി സമ്മതം പേറുന്നേ സന്തോഷം കൂടുന്നേ മക്കത്തെ രാജാതിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽ കണിന്ത ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുള്ളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം
നമ്മുടെ തറവാട്ടിനും ഒരു റീച്ച് കിട്ടുന്ന രീതിയിൽ നമ്മളെ ഗ്രൂപ്പിൽ ഒരു ഇന്നത്തെ നമ്മളെ എടക്കേക്കടവത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ നമ്മളെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. നമ്മൾ സമയം നോക്കുന്നുണ്ട്. 4:45 ഇടുന്ന പോസ്റ്റർ മാത്രമേ ഇതൊരു ഗെയിമാണ്. അപ്പം 4:45 ഇടുന്ന പോസ്റ്റർ മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ. കറക്റ്റ് 5:45 നമ്മളത് നമ്മളിവിടുന്ന് അനൗൺസ് ചെയ്യും എത്ര ആൾക്കാരെ വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എത്ര വ്യൂവേഴ്സാണ് കിട്ടുന്നത് അത് ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരിക്കും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, 4:45 4:45 നമ്മൾ ഇടുന്നത് 5:45 കറക്റ്റ് ക്ലോസ് ചെയ്തിട്ട് എത്ര വ്യൂവേഴ്സാണ് നോക്കും. അതിന് ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരിക്കും. പോസ്റ്റർ നിങ്ങൾക്ക് ഏതിടാം, പക്ഷെ ടൈമിനാണ് പ്രധാനം. AK കടവനായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ ആയിരിക്കണം. താങ്ക് യു. ഉമ്മമാർ ഇങ്ങോട്ട് വരിക. 5 വയസ്സിന് താഴെയുള്ള ഒരു 2 വയസ്സിൻ്റെ 5 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളുടെ ഉമ്മമാർ 8 ചെയർ ഇട്ടിക്കണ്. ഫസ്റ്റ് ഫില്ലാകുന്ന 8 പേർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടാകുക. 8 പേര് കുട്ടികളുമായിട്ട് വരിക. ഇരുന്നോളി, കസാല ഇരുന്നോളി. കുട്ടികളെ എല്ലാവരും ഇവിടെ നീളത്തിൽ നിർത്തിക്കോളൂ. ആ, കൈ നേരെ മേലെ ഇങ്ങനെ വെച്ചോളൂ. കൈ മേലെ വെച്ചോളൂ. ഇങ്ങോട്ട്. കുട്ടികളുടെ കൈ തപ്പിയിട്ട് എൻ്റെ മകളാണ് എൻ്റെ മകനാണ് ഇതെന്ന് ഉമ്മമാര് പറയണം. ഇത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. കൈ തപ്പിയിട്ട് പറയണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്നാൽ ബാക്കി എല്ലാ ആളുകളും കൊണ്ട് പോരി. ഉമ്മമാരെല്ലാവരും കൊണ്ട് പോരി. ഞാൻ വിളിക്കുന്ന ഓരോരുത്തരും കൊണ്ട് പോന്നാൽ മതി. നമ്മളിവിടെ ഒരു കുടുംബ സംഗമമാണല്ലോ നടത്തുന്നതല്ലേ. അപ്പോൾ സ്വന്തം മക്കളെ തന്നെ തിരിച്ചറിയാൻ കഴിയുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ പോകുന്നതാണ്. ഒരു ഒന്നാവില്ല. ഒന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കില്ല. എല്ലാം അവിടുന്ന് കേട്ടോ. അവിടുന്ന് കരയാൻ പാടില്ല. വേറെ കെട്ടി അടുത്ത ആളെ കയറ്റി കെട്ടിക്കോളി. ഇതെങ്ങനെ തന്നെ എങ്ങോട്ടാ വായണ്? അത് കാര്യമൊന്നുമില്ല. എന്ത് കെട്ടിക്കോളി. വലിച്ചോളി തന്നെ. ഒന്നുകൂടി വലിച്ചോളി. ഒന്നാവില്ല. കുട്ടീനായിട്ട് പോയില്ലേ? ഇങ്ങനെ അടുപ്പിച്ചെടുത്തോളി. ഉമ്മ അതൊന്നും വിളിക്കരുത് കേട്ടോ. കുട്ടികളാരും വിളിക്കരുത് കേട്ടോ. നിങ്ങൾ കണ്ണും പിന്നോളി. കുട്ടികളൊക്കെ കണ്ണും പിന്നാ മതി കേട്ടോ. ഓക്കെ, എന്നാ പോരി. ഇല്ല, തപ്പി പിടിച്ചിട്ട് എൻ്റെ കുട്ടി ഇതാണെന്ന് മാത്രം പറയാം. വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. ഇതാ അവിടെ കൊടുത്തോളി, കൈമേൽ വെച്ചോളി.
അങ്ങോട്ടില്ല, അങ്ങോട്ട് തപ്പലില്ല, അങ്ങോട്ട് തപ്പലില്ല. മുട്ടിന്റെ മേലോട്ട് തപ്പലില്ല. ഇനിയുണ്ട്, വേറെ കുട്ടിയില്ലല്ലോ. ഉറപ്പാണോ? ആ, എന്നാ അയച്ചോളി. ഓക്കെ, ഒരു ഫ്ലാപ്പ് അടിക്കേ. ഫൗള്, ചെറിയൊരു ഫൗള് കളിച്ചിക്കണ്, എന്നാലും കുഴപ്പമില്ല. മേലോട്ട് തപ്പാൻ പാടില്ല, മുട്ടും കൈ വരെ തപ്പാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ആൾ ഇങ്ങോട്ട് വരി. അടുത്ത ആൾ ഇവിടെ വരി. അടുത്ത ആൾ ഇവിടെ വരി. അല്ല, അവിടെ നിങ്ങൾ കുട്ടീനെ കൊണ്ടാണ്ടാ, അവിടുന്ന് വല്ലാണ്ട് കൊണ്ടോണം. ഇങ്ങോട്ട് വല്ലാണ്ട് ഉള്ളു മേലോട്ട് തപ്പരുത് കേട്ടോ. കയ്യിന്റെ വിരലുകൾ മാത്രം തപ്പിയിട്ട് പറഞ്ഞോളി. നമ്മളൊന്നും പറയണ്ട, ഒരു തപ്പട്ടെ. മോള് കയ്യാ, നീ ഒന്നായി വെച്ചോളൂ. ആണോ? എൻ്റെ അമ്മ ആണോ? ആണോ? ഓക്കെ, അടുത്ത ആൾക്ക്. നിങ്ങൾ ഇങ്ങോട്ട് നിന്ന് ഓടിക്കുക. ഓല് പറഞ്ഞു ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങോട്ട് നിന്ന് ഓടിക്കുക. കാണും, ഇങ്ങോട്ട്.
അവർക്ക് അറിയുന്നില്ല. ഈ 10 കുട്ടികൾ അല്ല 8 കുട്ടികളല്ലാന്നാ പറഞ്ഞത്, 7 കുട്ടികളും. അടുത്ത ആള് അങ്ങോട്ട് പോയിക്കോളെ. ഈ പരിപാടികളുടെ ഇടയിൽ നിസ്കാരം മറക്കണ്ട. അസ്ർവാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആൾ കുറേശ്ശെ പോയിട്ട് നിസ്കരിച്ചു പോരണം കേട്ടോ. തപ്പി കഴിഞ്ഞാൽ പിന്നെ തപ്പണ്ട കേട്ടോ. പ്രിയമുള്ളവരെ, നൊന്ത് പ്രസവിച്ചു, 9 മാസം വയറ്റിൽ ചുമന്നു എന്നൊക്കെ ഇങ്ങനെ വീമ്പത്തരം പറയുകയല്ലാതെ സ്വന്തം മക്കളെ തൊട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഉമ്മമാരാണോ നമ്മുടെ ഈ കൂട്ടത്തിലുള്ളത്? ഒരുപക്ഷെ ഉപ്പമാരാണ് ഈ വരുന്നതെങ്കിൽ തൊട്ടു നോക്കേണ്ട, അടുത്തുനിന്ന് ശ്വാസോച്ഛ്വാസം കൊണ്ട് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ഇവിടെ നടന്ന മത്സരാർത്ഥികളിൽ 3 മഹദികളുണ്ട്. തൻ്റെ മക്കളെ തൊട്ടു നോക്കിയിട്ട് പോലും മനസ്സിലാക്കാത്ത 3 പേർ, 3 ഉമ്മമാർ ഈ മക്കളുടെ മുമ്പിലൂടെ കടന്നുപോയ മഹദികളാണെന്ന് അറിയപ്പെടുന്നു. അവരൊന്ന് ഷഹല, 2 ആതിക, എന്തായാലും ഇനിയുള്ള ഉമ്മമാർക്ക് തൊട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ.
ഏഴ് കുട്ടികളെ ഉമ്മമാര് കൈ പിടിച്ച് നോക്കിയതിൽ 4 പേര് അവരുടെ മക്കളെ തിരിച്ചറിയുകയും 3 പേരെ തിരിച്ചറിയാണ്ടിരിക്കുന്നുണ്ട്. 4 പേർക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നല്ലൊരു ഫ്ലാപ്പ് കൊടുക്കുക. എല്ലാവരും കുട്ടികളെ കൂട്ടി പോയിക്കോളിയാ. കഴിഞ്ഞില്ലേ? ഓക്കെ. ബലൂൺ വീർപ്പിച്ചിട്ട് കയ്യിൽ വെച്ചോളി കേട്ടോ. എന്നില്ല ബലൂൺ വീർപ്പിച്ച് കയ്യിൽ വെച്ചോളി. വീർപ്പിച്ചെടുത്തോളി. വീർപ്പിച്ചതെടുത്തോളി. ജലീലേ അട്ടിടല്ലേ കസാല ആവശ്യമാണ്. സ്ക്രീൻമേൽ പറ്റില്ല. കസാലുള്ളിൽ ഉള്ളോട്ട് പോട്ടെ. അവിടെ രണ്ടാൾ നിന്നാൽ മതി. അവിടെ രണ്ടാളുകളും ഈ കസാല തൊട്ടാൽ സ്ക്രീൻ തൊട്ടാലൊക്കെ ഔട്ടാട്ടോ. കസാല മേശ സ്ക്രീന് തൊട്ട് കഴിഞ്ഞാൽ ഔട്ടായിരിക്കും. പിന്നെ അയിമ തൊടൂലാലോ. അപ്പോൾ കളി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിമിന്റെ നിയമാവലി എന്ന് വെച്ചാൽ സ്വന്തം കയ്യിലുള്ള ബലൂൺ പൊട്ടാതെ മറ്റുള്ള ആളുകളുടെ കയ്യിലെ ബലൂൺ പൊട്ടിക്കുക. ലാസ്റ്റിൽ ആരെ കയ്യിലുള്ള ബലൂണാ പൊട്ടാതെ വെച്ചാൽ അവർക്കാണ് സമ്മാനം. അല്ലാണ്ട് വേഗം പൊട്ടിച്ചിക്ക് സമ്മാനം കിട്ടില്ല. മനസ്സിലായല്ലോ? അവനവൻ്റെ കയ്യിലെ ബലൂൺ പൊട്ടാണ്ടിരിക്കണം, മറ്റുള്ളവരെ ബലൂൺ പൊട്ടിക്കും വേണം. പിന്നെ ഓല് പൊട്ടിച്ചാലോളിച്ചിട്ട് മറിഞ്ഞു നിന്നാലും കാത്തു നിന്നാലും അവരും ഔട്ടായിരിക്കും. മറ്റൊരിങ്ങനെ ബലൂൺ പൊട്ടിക്കണ്ടല്ലോ, ഞാൻ മാറിക്കാന്നുള്ളത് അത് പറ്റൂല. പൊട്ടിക്കാൻ നിങ്ങളും ശ്രമിക്കണം. നിങ്ങളെ ബലൂൺ പൊട്ടാണ്ട് നോക്കലും നിങ്ങളെ കടമാണ്. അത് സ്റ്റാർട്ട് ചെയ്യല്ലേ. പൊട്ടിയാലും ഔട്ടാണ്. നേരെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ട് പോന്നാൽ മതി. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ പൊട്ടിക്കാൻ നിൽക്കും വേണ്ട. സ്ക്രീന് കസാല ദീപിലൊക്കെ വന്ന് വീണ് കഴിഞ്ഞ് കാണിച്ചാൽ ഫൗളാണ് കേട്ടോ. സ്റ്റാർട്ട്. പൊറ്റാളുകൾ ഗ്രൗണ്ടിൽ നിന്ന് മാറണം. പൊറ്റാളുകൾ ഗ്രൗണ്ടിൽ നിന്ന് മാറണം. പൊട്ടിയാളുകൾ ഗ്രൗണ്ടിൽ നിന്ന് മാറി. സ്ക്രീന് തട്ടരുത്. കസാല നീക്കരുത്. ബലം പൊട്ടാല് മാറണം. സ്ക്രീൻ മേലെ വീകരുത്.
പൊട്ടിക്കണം പൊട്ടിക്കണം. നോക്കിക്കലില്ല 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 നോക്കിക്കലില്ല. അവിടെ നോക്കില്ല, ഫോളാണ്. പൊട്ടിക്കണം. അങ്ങോട്ട് നാലാളും ശ്രമിക്കണം. ശ്രമിക്കണം. ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കേ. നോക്കിക്കല്ല നോക്കിക്കല്ല. രണ്ടാളെ ഒരാൾ അറ്റാക്ക് ചെയ്യില്ലേ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അറ്റാക്ക് ചെയ്യും. സ്ക്രീന് മുന്നിൽ കരുത്. ഒന്ന് അടുപ്പിച്ചാൽ ഗ്രൗണ്ട്. உலகத்தில் உன்னை வில வீர யார் நீ போடும் சட்டம் தரு வெற்றி பாடு நெஞ்சிதில்லை ஏத்தி நீ வாழ்ந்து காட்டு தடி போடும் சட்டம் அதை மாத்தி காட்டு அடிச்சராகம் படிச்சு துள்ளாம் கிடைச்சு சொல்றாம் അറിഞ്ഞു കൂടാം ഉതിർന്ന വീർപ്പിൽ കൊതിച്ചതെല്ലാം വിധിച്ചു നേടാം ഇതാണല്ലോ തകിട് താളം ഇനിയല്ലോ തകതി സ്പീഡാക്കി പൊട്ടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോളി. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ പൊട്ടിക്കണം. ഒരു മിനിറ്റിനുള്ളിൽ പൊട്ടിക്കണം. ഒരു മിനിറ്റ് ചാൻസ്. ഒരു മിനിറ്റ്. ഇത് രണ്ടാൾക്ക് ഫസ്റ്റ് കൊടുക്കാം. Okay. Start. Okay. Time കഴിഞ്ഞു. Time കഴിഞ്ഞു. Okay. കഴിഞ്ഞു. രണ്ടുപേരെയും ഒന്നാം സമ്മാനാർഹരായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഒരു ആരുതാണ് അത്? ബാഗ് ആരുതാ? പാട്ട് പാടാൻ പേര് കൊടുത്ത ആളുകൾ സ്റ്റേജുമായി ബന്ധപ്പെടണം. പാട്ട് പാടാൻ പേര് കൊടുത്ത ആളുകൾ സ്റ്റേജിലേക്ക് വരണം.